ഇദ്ദേഹം ഒരു പ്രതിഭയല്ല, വിധിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുമല്ല. എന്നിട്ടും അദ്ദേഹം തന്റെ പേര് ചരിത്രത്തിൽ കുത്തിവെച്ചു. സമാധാനത്തിന്റെ സ്വപ്നം തന്റെ മുതുകിൽ വഹിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരേ സമയം വിഡ്ഢിയായി പരിഹസിക്കപ്പെടുകയും അതേസമയം തന്നെ ലെജൻഡറി സാനിനായി ഭയപ്പെടുകയും ചെയ്ത നാറൂട്ടോ യൂണിവേഴ്സിലെ തന്നെ ഒരു ഒന്നൊന്നര അധ്യാപകൻ. ലെജൻഡറി ആയിട്ടുള്ള തലമുറകളുടെ ഗോഡ്ഫാദർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ വീരന്മാരുടെ വഴികാട്ടിയായും ഇദ്ദേഹത്തെ കാണാം. ഇദ്ദേഹം യുദ്ധം നടത്തി ഇതിഹാസങ്ങളെ പരിശീലിപ്പിച്ചു, വിധിയുടെ മുന്നിൽ ചിരിച്ചു. എന്നാൽ ലോകം തന്നെ ഇരുണ്ടപ്പോൾ നിരാശയ്ക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോരാടിയത്. അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിലും അദ്ദേഹം പുഞ്ചിരിച്ചു. കാരണം അടുത്ത തലമുറയിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ അദ്ദേഹത്തിന് അതിയായ വിശ്വാസമുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഷാഡോകളിൽ നിന്ന് ഇതിഹാസങ്ങളുടെ താളുകളിലേക്ക് എഴുതപ്പെട്ട, വിധിയെ തന്നെ ധിക്കരിച്ച ലെജൻഡറി സാനിൻസിൽ ഒരാളായ ടോഡ് സേജായും പെർവീസേജുമായും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദ ലെജൻഡറി ജിറായ ദ ഗാലന്റ്. ഓക്കെ ഫൈൻ, ജിറായ സെൻസൈ. അതിൽ കടക്കുന്നതിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് വെറും ഒരു മാസം കൊണ്ടായിരിക്കുകയാണ്. സോ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ ഓൺ ടു ദ സ്റ്റോറി, ജിറായ ദ ഗാലന്റ്. ഇന്ന് നമ്മൾ ജിറായ എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര ക്യാരക്ടർ. നമുക്കറിയാം, നാറൂട്ടോ യൂണിവേഴ്സ് കണ്ടിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും ജിറായനെ മറക്കുവാൻ സാധിക്കുകയില്ല. ഒരു ചെറിയൊരു ബ്രീഫ് സമ്മറി ഇദ്ദേഹത്തെ പറ്റി പറയണമെങ്കിൽ, ഒരു സീരീസിൽ ഒരു ഭാഗമുണ്ട്. അതായത് അക്കാട്സുകയിലെ ഭാഗമായിരുന്ന നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹയും നമ്മുടെ കിസാമയും കൂടെ നാറൂട്ടോനെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവർ രണ്ടുപേരും ജിറായനെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഇവനോട് ഏറ്റുമുട്ടിയാൽ മരണം സുനിശ്ചിതമാണ്. സോ സീരീസിൽ ഉടനീളം കോൾഡായിട്ട് ഓറ ഫാമിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറ്റാച്ചി ഉച്ചിഹ ഒരാളെ പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം കേവലം ഒരു സാധാരണ മനുഷ്യനായിരിക്കുകയല്ലോ. അതെ, ജിറായ ദ ഗാലന്റിന്റെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫും അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ ടീം, അതായത് അക്കാഡമിയിലും ചുനിയൻ എക്സാമിലും അത് കഴിഞ്ഞുണ്ടാകുന്ന എല്ലാ ടീമും, സമ്മണിങ് ടോട്ട്സും സേജ് ജേണിയും, അതുകൂടാതെ തന്നെ വാർ ടൈമിലും അദ്ദേഹം എങ്ങനെയാണ് ലെജൻഡറി സാനിനായെന്നുള്ളതും, പിന്നെ അദ്ദേഹത്തിന്റെ മെന്ററും അദ്ദേഹം ആരെയാണ് മെന്ററിങ് ചെയ്തതും, അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആ ലെഗസി ആരൊക്കെ പിന്തുടരുന്നതും, അദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസും, കൂടാതെ പേഴ്സണാലിറ്റിയും സിംബോളിസവും, ആൻഡ് ഫൈനൽ ബാറ്റിലും അദ്ദേഹത്തിന്റെ മരണവും നമ്മളിന്ന് നോക്കുന്നതായിരിക്കും. എലോങ് സൈഡ് വിത്ത് അദ്ദേഹത്തിന്റെ ലെഗസിയും നാറൂട്ടോ യൂണിവേഴ്സിൽ അദ്ദേഹം എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഏർലി ലൈഫിൽ നിന്ന് തുടങ്ങാം. ജിറായയുടെ ഏർലി ലൈഫ് പറയുകയാണെങ്കിൽ, അദ്ദേഹം കൊണോഹയിലെ ഒരു വലിയ ക്ലാനിലൊന്നും അല്ല ജനിച്ചത്. അതായത് ഉച്ചിഹേനെയോ സെഞ്ചുവിനെയോ ഉസുമാക്കിനെ പോലെയുള്ള ഒരു ക്ലാൻ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് നാറൂട്ടോ സീരീസിലും മാങ്കയിലും നാറൂട്ടോ ഡേറ്റാ ബുക്കിലും പ്രതിപാദിക്കുന്നില്ല. അദ്ദേഹം ഒരു ഹിംസെൽഫിനെ ട്രൂ സെൽഫ് മെയ്ഡ് ഷിനോബി എന്ന് തന്നെ പറയാം. അതായത് വളരെ അൺഓർത്തഡോക്സിക് ആയിട്ടുള്ള വേസിൽ നിന്നായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു വഴികളിൽ നിന്ന് മാറി തൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്ലംസിനെസ്സും അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയും വെച്ചിട്ട് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ജുത്സു യൂസറായി മാറുകയായിരുന്നു ചെയ്തത്. യങ് ഏജിൽ തൊട്ട് അദ്ദേഹം ഭയങ്കര റെക്ലെസ് ആയിരുന്നു, ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു, അതേപോലെ തന്നെ മിസ്ചീവിയസും ആയിരുന്നു. അദ്ദേഹത്തെ കുഞ്ഞുനാൾക്ക് മുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതാണ്, രണ്ട് അഡ്വെഞ്ചേഴ്സ് ആണ്. എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഈ നാച്ചുറൽ ക്യൂരിയോസിറ്റിയാണ് ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്തും അദ്ദേഹത്തിനെ കൂടുതൽ നിഞ്ചുത്സും അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഡിഫറെന്റ് വേസ്. ഇനി അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡും അദ്ദേഹത്തിന്റെ ടീമും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കോമറേഡ്സും ആരൊക്കെയാണെന്ന് നോക്കാം. ജിറായ സെൻസൈ കുഞ്ഞുനാളിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അദ്ദേഹം ടീം 7ന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ സെൻസൈ ആയിരുന്നത് മറ്റാരുമല്ല, ദ പ്രൊഫസർ എന്നും ദ ഗോഡ് ഓഫ് ഷിനോബി എന്ന് ഹാഷ്റാമ സെഞ്ചുവിനോടൊപ്പം തന്നെ പേര് കേട്ടവനുമായിരുന്ന ഹിറൂസൻ സറൂട്ടോബിയായിരുന്നു അദ്ദേഹത്തിന്റെ സെൻസൈ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീംമേറ്റ്സ് ആണ് ഒറോച്ചിമാറും സുനാഡയും. ഒരു ക്വിക്ക് ബ്രീഫ് ഇവർ രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ, ഒറോച്ചിമാരു ഒരു ജീനിയസ് പ്രോഡിജി തന്നെയായിരുന്നു. അതേപോലെ തന്നെ സുനാഡെ ഒരു ഗ്രേറ്റ് സെഞ്ചു ക്ലാനിന്റെ പരമ്പര പിന്തുടർന്നു വന്ന ഒരു ഒന്നൊന്നര മെഡിക്കൽ നിന്നിൽ സ്ട്രെങ്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷിനോബി തന്നെയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വെച്ച് ചൈൽഡ്ഹുഡ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വീക്കസ്റ്റ് ജിറായ തന്നെയായിരുന്നു. കൂടെയുള്ള രണ്ടുപേരും വിഷയം ഒന്നും പറയാനില്ല. ബട്ട് എന്നിരുന്നാലും ഹിറൂസൻ ജിറായയുടെ ആ ഒരു വിൽ ടു എക്സ്പ്ലോർ നെവർ ക്വിറ്റ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡും ഭയങ്കര രീതിയിൽ വിശ്വസിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മെന്ററായിട്ട് കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഹീറോസൻ സറൂട്ടോബി. ഈ ഒരു മെന്റർഷിപ്പ് അദ്ദേഹം പിന്നീട്, അതായത് ജിറായ പിന്നീട് നാറൂട്ടോയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജിറായയുടെ സമ്മണിങ് ടോട്ട്സും ആ ഒരു സ്റ്റേജ് ജേണിയൊക്കെ നോക്കാം. നമുക്കറിയാം ജിറായനെ പെർവീസേജ് എന്ന് വിളിക്കുന്നുണ്ട്. പെർവീസേജ് എന്തെന്ന് മനസ്സിലായല്ലോ, ഇത് അല്ലെങ്കിൽ പെർവേർട്ട് ബിഹേവിയർ ഉള്ളതുകൊണ്ട്. അതുകൂടാതെ ടോഡ് സേജ് എന്നും വിളിക്കുന്നുണ്ട്. ടോഡ് സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തവളകളെ സമ്മൺ ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിന്റെ ഒരു മികവിനെ പറ്റിയാണ് പറയുന്നത്. ജിറയുടെ ക്ലംസിനെസ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സമ്മണിങ് ടെക്നിക്കിൽ നിന്ന് ഒന്നിച്ചിരി സ്റ്റംബിൾ ചെയ്തെന്ന് തന്നെ പറയാം. അതായത് ഒരിക്കൽ ഒരു ആക്സിഡന്റ് രൂപേണ ഇദ്ദേഹം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയായിരുന്നു. മൗണ്ട് മ്യോബുക്കിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന ടോഡ്സ് എടുത്തു പറയുകയാണെങ്കിൽ ഫുക്കാസാക്കോ, ഷീമ, ഗാമബുണ്ട, കൂടെ ഉണ്ടായിരുന്ന മറ്റ് ടോഡ്സും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തൊട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടോഡ്സും പിന്നെ ലൈഫ് ലോങ് പാർട്ട്നേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ വെച്ച് തന്നെയാണ് ഗ്രേറ്റ് ടോഡ് സേജിൻ്റെ കീഴിൽ ജിറായ സെൻജിറ്റ്സു അല്ലെങ്കിൽ സെയ്ജ് ടെക്നിക്സ് അഭ്യസിക്കുന്നത്. അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, സെയ്ജ് മോഡ് അദ്ദേഹം ലേൺ ചെയ്തിരുന്നു, പക്ഷേ നെവർ പെർഫെക്റ്റഡ് ഇറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റഡ് വേർഷൻ ഓഫ് സെയ്ജ് മോഡ് അല്ലായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു ഇൻകംപ്ലീറ്റ് സെയ്ജ് മോഡ് വേർഷനിൽ പോലും അദ്ദേഹത്തിൻ്റെ എനർജിയും ചക്ര ബൂസ്റ്റും ഒക്കെ അന്യായ രീതിയിൽ, മോൺസ്ട്രസ് രീതിയിൽ കൂടുമായിരുന്നു. സ്പീഡ്, ചക്ര, ഡ്യൂറബിലിറ്റി, സെൻസറി റേഞ്ച്, ഡിസ്ട്രക്റ്റീവ് പവർ എല്ലാം അങ്ങ് മൂർധന്യാവസ്ഥയിൽ തന്നെയായിരുന്നു. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വാർ ടൈം പീരീഡ് വരുന്നത്. ഈ ഒരു വാർ ടൈമിലാണ് അദ്ദേഹത്തിന് സാനിൻ എന്ന് പറയുന്ന ആ ഒരു പട്ടപ്പേര് കിട്ടിയത്. അതായത് സെക്കൻഡ് ഷിനോബി വേൾഡ് വാറിന് സമയത്ത് കൊണോഹയുടെ ടോപ്പായിട്ടുള്ള 3 ആൾക്കാരായിരുന്നു ജിറായ, സുനാഡെ, ഒറോച്ചിമാറു, അതായത് നിഞ്ചാസ് അല്ലെങ്കിൽ ഷിനോബീസ്. ഇവർ കൊണോഹയുടെ ഹീറോസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ഒരു ടൈം പീരീഡിൽ സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ടായേക്കാം. അവിടെ വേറൊരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. വലിയ ക്ലാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. എന്നാൽ ഒരു ക്ലൂ രൂപേണ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വൈറ്റ് ചക്ര ബ്ലേഡ് എന്ന് കേട്ടാൽ തന്നെ ലെജൻഡറി സാനൻസിനേക്കാളും ഭയപ്പെടുത്തുന്ന ഒരാളായിരുന്നു. അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. എന്നിരുന്നാലും ബാക്ക് ടു ദ സ്റ്റോറി. നമ്മുടെ ഈ വാർ ടൈമിൽ ഇവർ വാർ അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു ഡിക്റ്റേറ്റർ, അല്ലെങ്കിൽ എതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിടത്തെ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ഹാൻസോ ഓഫ് ദി സാലാമൻഡർ. ഈ 3 പേരും ഒരുമിച്ച് നല്ല വിഷയമായിട്ട് ഹാൻസോനെ എതിർത്തു. ഇവരുടെ ഈ ഒരു പരാക്രമം കണ്ടിട്ടാണ് ലെജൻഡറി സാനിൻ, അതായത് ഇവരെ കൊല്ലാതെ വിട്ടു. ഹാൻസോ ഭയങ്കര പവർഫുൾ ആയിരുന്നു. എന്നിട്ട് ഇവരുടെ ഒരു പോരാട്ട വീര്യം കണ്ടിട്ട് ഇവരെ കൊല്ലാതെ വിട്ടിട്ട് ഇവരൊക്കെ പറയുകയാണ്, നിങ്ങൾ ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ട് വരൂ, ഇന്നു മുതൽ നിങ്ങൾ ലെജൻഡറി സാനിൻ ഓഫ് ദി കൊണാഹ എന്ന് അറിയപ്പെടുമെന്ന്. അങ്ങനെ ഹാൻസോ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഒരു ടൈറ്റിൽ പിന്നെ ഇവർക്കൊരു ഇമ്മോർട്ടൽ നെയിം പോലെ തന്നെ ആയിപ്പോയി. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇവരെ ഭയപ്പെട്ടു, ദ ലെജൻഡറി സാനിൻസ്. ഈ ഒരു എറയുടെ സമയത്താണ് നമ്മുടെ പെയിനിൻ്റെ കഥയൊക്കെ വരുന്നത്. നഗാട്ടോ ഉസുമാക്കിയും യാഹിക്കോയും കൊനാനെയൊക്കെ നമ്മുടെ ജിറായെ കണ്ടുപിടിക്കുന്നതും ജിറായ ഇവരുടെ കൂടെ കുറച്ച് നാൾ താമസിച്ച് ഇവരെ കുറച്ച് അത്യാവശ്യം സർവൈവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും. അങ്ങനെ സിമ്പതിയും നഗാട്ടോയുടെ റിനകം കണ്ടിട്ട് ആ ടോഡ് സേജ് എന്ന് പറഞ്ഞിരുന്നു ചൈൽഡ് ഓഫ് പ്രൊഫസി നിന്റെ ശിഷ്യനായിട്ട് വരുമെന്ന് അദ്ദേഹം ഇവനാന്ന് തെറ്റിദ്ധരിച്ച് കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു എറയിൽ കൂടി തന്നെയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ്, എടുത്തു പറയുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പ്രാപ്തയായി കഴിഞ്ഞപ്പോൾ ജിറായ അവിടുന്ന് പോവുകയായിരുന്നു. സോ ഇത് പറയുമ്പോൾ നമുക്കൊരിക്കലും ജിറായയുടെ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ മെൻറ്ററായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെഗസിനെ നമുക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല. അതായത് ജിറായയുടെ സ്റ്റുഡൻസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1.5 സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ജിറായയുടെ സ്റ്റുഡൻറ്റിനെ പറ്റി പറയാം. ദ ഗ്രേറ്റസ്റ്റ് ഹോക്കാഗെ ഓഫ് ഓൾ എന്ന് നാറൂട്ടോയിലെ കൊണോഹ വില്ലേജിലെ ആൾക്കാർ ധരിക്കുന്ന, അവരെ സേവ് ചെയ്തിട്ടുള്ള മിനാട്ടോ നാമിക്കാസെ. യെസ്, നാറൂട്ടോയുടെ അച്ഛനായിട്ടുള്ള മിനാട്ടോയാണ് ജിറായയുടെ 1ാം തരം ലെഗസി പിന്തുടരുന്ന ആദ്യത്തെ സ്റ്റുഡൻറ്റ്. ഒരു ബ്രില്യൻറ്റ്, കൈൻഡ് ഹേർട്ടഡ്, വൺ ഓഫ് ദി കൊണോഹാസ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഷിനോബി. 2ാമത്തെ ശിഷ്യനാവട്ടെ നഗാട്ടോ യാഹിക്കോ കൊണാൻ അക്കാസുക്കി കോർ, അല്ലെങ്കിൽ നഗാട്ടോയുടെ കാര്യം പറയണ്ടല്ലോ, റിനഗൻ ബോസസീര, പെയിൻ എന്ന അഭ്രനാമമുള്ളവൻ. പെയിനാർക്കൊക്കെ വിഷയമായിരുന്നു. ഇനി 3ാമത്തെ ആണെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന അഭരനാമമുള്ള നറൂട്ടോ ഉസുമാക്കി, ജിറായയുടെ അവസാനത്തെ സ്റ്റുഡൻറ്റ്. അദ്ദേഹം തന്നെയാണ് സ്പിരിച്വൽ സക്സസറായിട്ടും ഇദ്ദേഹം കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സെയ്ജ് ജുത്സു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തിരിക്കുന്നതും നറൂട്ടോ ഉസുമാക്കി മാത്രമാണ്. നറൂട്ടോനെ സമ്മണിങ് ജിറ്റ്സും റസെങ്കാനും ഇതെല്ലാം പഠിപ്പിച്ചതും ആ ഒരു ഫിലോസഫി നെവർ ഗിവിങ് അപ്പിനെ കറക്റ്റ് രീതിയിൽ വഴിതിരിച്ചു വിട്ടതും നമ്മുടെ ജിറായയാണ്. ഇനി നമുക്ക് ജിറായയുടെ എബിലിറ്റീസ് ആൻഡ് പവേഴ്സ് നോക്കുകയാണെങ്കിൽ സെയ്ജ് മോഡ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ കൂടുതൽ
പവേഴ്സ് ആൻഡ് എബിലിറ്റീസിൽ ഇതാണ് ആദ്യം വരുന്നത്. ഇംപെർഫെക്റ്റ് വേർഷൻ ആയിട്ടുള്ള ഈ ഒരു ഇതിലും ഹ്യൂജ് ബൂസ്റ്റ് ഇൻ ഫിസിക്കൽ സ്റ്റാറ്റ്സ് കിട്ടും, എൻഹാൻസ്ഡ് ആയിട്ടുള്ള സെൻസറി പെർസെപ്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഫുഗാസും ഷീമയായിട്ടാണ് 2 ടോഡ്സിനെ തോളിൽ വെച്ചുകൊണ്ടാണ് ലാസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അദ്ദേഹം എൻഹാൻസ്ഡ് വേർഷൻ തന്നെയായിരിക്കും. ഇതിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇദ്ദേഹം ഇത്ര സ്ട്രോങ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പെയിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? ഉറപ്പായിട്ടും ജിറായ സെൻസൈക്ക് ഇതാരാണ് പെയിൻ്റെ സോഴ്സ് എന്താണെന്നൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ജിറായിക്ക് ഡിഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബ്രോ ജസ്റ്റ് എൻറ്റേർഡ് വിത്ത് നോ പ്രിപ്പറേഷൻസോ എന്താണ് തന്നെ എതിരേൽക്കാൻ വരുന്നതെന്നറിയാതെ ചുമ്മാ ഒറ്റയ്ക്ക് കയറി അങ്ങ് ഗോഡിനോടാണ് അദ്ദേഹം എതിർത്തത്. എന്നിട്ടും അദ്ദേഹം അത്രയും പെയിനിൻ്റെ ആ ഒരു 6 പാത്തിൽ പകുതി എണ്ണത്തിനെ അടിച്ച് താഴെയിട്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്ന് ഓർത്ത് നോക്കി, ഇദ്ദേഹത്തിന് അത്യാവശ്യം പ്രിപ്പറേഷൻ ടൈമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അവിടെയാണ് ജിറായ എന്ന് പറയുന്ന ആ ഒരു ഗാലൻറ്റിൻ്റെ പവർ നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തത് ടോഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മണിങ് മാസീവ് ആയിട്ടുള്ള ടോഡ്സിനെ ഗാമബുണ്ട നമുക്കറിയാം, വാരിയർ ടോഡ് ജനറലാണ്, ഇദ്ദേഹത്തിനെ സമ്മൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ടോഡിൻ്റെ ഓയിൽ ഫ്ലെയിം ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഓയിലും ഫയർ ജിറ്റ്സും കൊണ്ട് കോമ്പൈൻ ചെയ്തൊരു സാധനം, ആ ഒരു ടെക്നിക്കിലും മാസ്റ്ററാണ് ജിറായ. അതുപോലെ തന്നെ ടോഡ് മൗത്ത് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു 1.5, അതായത് ജൈൻ്റ് ടോഡിൻ്റെ ഒരു ഈസോഫാഗസിൻ്റെ അകത്ത് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ അമട്രാസ് വെച്ച് രക്ഷപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സിലൊക്കെ അതുല്യ പ്രതിഭ തന്നെയായിരുന്നു ജിറായ. ഇനി റസെൻഗൻ നമുക്കറിയാം, മിനോട്ടയാണ് റസെൻഗൻ ഡെവലപ്പ് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി മാസ്റ്റർ ചെയ്തത് ജിറായ ആയിരുന്നു. അതിൻ്റെ സൂപ്പർ മാസ്റ്റർ ചെയ്തത് നറൂട്ടോ തന്നെയാണ്. ബട്ട് നറൂട്ടോനെ റസെൻഗൻ എന്ന് പറയുന്ന ആ ഒരു ജുറ്റ്സു പഠിപ്പിച്ചത് ജിറായയാണ്. ആൻഡ് ഫൈനലി ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി സിംബോളിസം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒറ്റ വാക്കി പറയുകയാണ്, ഒരു ഗൂഫി, പെർവേർട്ടഡ്, ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫൈനൽ ബാറ്റിൽ മരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ജിറായ അമേഗാക്കുറയിലേക്ക് പോയിട്ട് പെയിനുമായിട്ട്, അതായത് അക്കാറ്റ്സുക്കിയുടെ ലീഡറായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി ഏറ്റവും അവസാനമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, നഗാട്ടോയും ഫോർമർ സ്റ്റുഡൻറ്റും എന്നൊക്കെയാണെന്ന്. എന്നിട്ടും ആ ഒരു ഓട്സിനെല്ലാം ഓവർവെൽം ചെയ്ത് ജിറായയ്ക്ക് പറ്റുന്നത്രയും, അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പെയിനിനെ അവൻ്റെ ലിമിറ്റ് വരെ എത്തിച്ചു, പെയിനിനെ ആ ഒരു ലിമിറ്റ് വരെ ജിറായ എത്തിച്ചു. അങ്ങനെ ഡിഫീറ്റഡ് സെവറൽ ബോഡീസും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് പെയിൻ റെനഗൻ എന്ന് പറയുന്ന ആ ഒരു സേജ് ഓഫ് 6 പാത്തിൻ്റെ അൾട്ടിമേറ്റ് പവർ കൊണ്ട് അദ്ദേഹം ഡിഫീറ്റ് ആയിപ്പോയി. എന്നിരുന്നാലും കാണുന്ന പ്രേക്ഷകർക്ക്, എനിക്ക് ഉൾപ്പെടെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ജിറായയുടെ ഡെത്ത്. നാറൂട്ടോയുടെ ടേണിംഗ് പോയിന്റും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു സമറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി. മിനാട്ടോയിൽ നിന്ന് നാറൂട്ടോയിലേക്കും നാറൂട്ടോയിൽ നിന്ന് ബൊറൂട്ടോ ജനറേഷൻ വരെ അത് എത്തി നിൽക്കുന്നു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജനറേഷൻസിൻ്റെ എല്ലാം ഒരു ബ്രിഡ്ജായിട്ടാണ് ജിറായ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹീറോസിനെയും വില്ലൻസിനെയും ഒരേപോലെ ട്രെയിൻ ചെയ്ത ഒരു 1.5 യോദ്ധാവ്. ഇത്രയൊക്കെയാണ് മെയിൻലി നമുക്ക് ജിറായനെ പറ്റി അറിയാൻ സാധിച്ച കാര്യങ്ങൾ. ഇത് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഇറ്റ് ബിലോ. നാറുട്ടോ യൂണിവേഴ്സിലെ പുതിയൊരു ജുറ്റ്സു എക്സ്പ്ലനേഷൻ, ജുറ്റ്സു പുതിയൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago